देश नहीं है और That is why I need you people, you youngsters, girls like शहर की फसल कौन काट रहा है? ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ പോളിംഗ് ബൂത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. നമസ്കാരം. ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയായി അദ്വാനി ഗാന്ധിനഗറിൽ തന്നെ മത്സരിക്കും. നരേന്ദ്രമോദിയെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനുമില്ലെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ശശി തരൂരിന്റെ പരാതിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ്. സമഗ്രമായ വാർത്തകളുമായി പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപി 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. LK അദ്വാനി ഗാന്ധിനഗറിൽ നിന്ന് തന്നെ മത്സരിക്കും. നരേന്ദ്രമോദി വാരാണസിക്ക് പുറമെ വഡോദരയിലും മത്സരിക്കും. മധുരയിൽ ഹേമമാലിനി, പി സുധീർ മാവേലിക്കരയിൽ ബിജെപി സ്ഥാനാർത്ഥിയാകും. ബിജെപിയുടെ പ്രമുഖ നേതാക്കൾക്കെതിരെ കരുത്തരെ രംഗത്തിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. മോദിക്കെതിരെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. അമൃത്സറിൽ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ രംഗത്തിറക്കും. നരേന്ദ്രമോദിയെ എതിർക്കാനോ അനുകൂലിക്കാനോ തീരുമാനിച്ചിട്ടില്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് 2 ദിവസത്തിനകം. ഇത്തവണയും പരസ്യ പ്രഖ്യാപനത്തിനില്ലെന്നും കാന്തപുരം. സഭാ അധ്യക്ഷന്മാർക്കെതിരെ ബാലകൃഷ്ണപിള്ള. പിതാക്കന്മാർ മരത്തിന്റെ മുകളിലിരുന്ന് താഴത്തെ കൊമ്പ് മുറിക്കരുത്. ആട്ടിൻപറ്റത്തെ ചെന്നായ്ക്കളുടെ അടുത്തേക്ക് അയക്കരുത്. ലോഹ കണ്ടാൽ ബഹുമാനിക്കുന്നവരാണ് തങ്ങളെന്നും ബാലകൃഷ്ണപിള്ള. ശശി തരൂരിന്റെ പരാതിയിൽ M വിജയകുമാറിനും VS സുനിൽകുമാർ MLAക്കുമെതിരെ നോട്ടീസ്. ജില്ലാ ഭരണകൂടം നോട്ടീസ് അയച്ചത് പരാമർശത്തെക്കുറിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ട്. തർക്കങ്ങൾക്കും അനുനയങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ LK അദ്വാനി ഗാന്ധിനഗറിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി ഗുജറാത്തിലെ വഡോദരയിൽ കൂടി മത്സരിക്കും. മുതിർന്ന നേതാക്കളുടെ താൽപര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദി പാർട്ടിയിൽ പിടിമുറുക്കിയപ്പോൾ ഭോപ്പാലിൽ മത്സരിക്കണമെന്ന അദ്വാനിയുടെ താൽപര്യം BJP അവഗണിച്ചു. അതോടൊപ്പം രാജസ്ഥാനിലെ ബാർമിഡിൽ നിന്ന് മത്സരിക്കാനുള്ള ജസ്വന്ത് സിംഗിന്റെ ആഗ്രഹം അനുവദിക്കാനും BJP തയ്യാറായില്ല. പാർലമെന്ററി ബോർഡിലും തിരഞ്ഞെടുപ്പ് സമിതിയിലും പങ്കെടുക്കാതെയാണ് അദ്വാനി പ്രതിഷേധം അറിയിച്ചത്. അദ്വാനിയുടെ സ്ഥിരം മണ്ഡലമായ ഗാന്ധിനഗർ അദ്ദേഹത്തിന് നൽകാതിരിക്കാനുള്ള സംസ്ഥാന ഘടകത്തിന്റെ ശ്രമമാണ് പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചത്. അദ്വാനി പക്ഷക്കാരനായ ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന മധ്യപ്രദേശിലെ BJP ഘടകം ഭോപ്പാലിൽ നിന്ന് മത്സരിക്കാൻ അദ്വാനിയെ ക്ഷണിക്കുകയും ചെയ്തു. തനിക്ക് ആ ക്ഷണം സ്വീകരിച്ച് ഭോപ്പാലിൽ നിന്ന് മത്സരിക്കാനാണ് താൽപ്പര്യമെന്ന് അദ്വാനി നേതൃത്വത്തെ അറിയിച്ചു. പാർലമെന്ററി ബോർഡിനും തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനുമിടയിൽ BJP അധ്യക്ഷൻ രാജ്നാഥ് സിംഗും പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജും അദ്വാനിയുമായി സംസാരിച്ചുവെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. പിന്നീട് സുഷമ സ്വരാജ് അദ്ദേഹത്തെ യോഗത്തിനിടയിൽ പോയി കാണുകയും ചെയ്തു. പിന്നീട് RSS നേതൃത്വവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഗാന്ധിനഗറിൽ അദ്വാനിയുടെ സ്ഥാനാർത്ഥിത്വം BJP പ്രഖ്യാപിച്ചത്. ഈ തീരുമാനം അംഗീകരിക്കാൻ അദ്വാനിയോട് അപേക്ഷിക്കുന്നതിനായി മുരളി മനോഹർ ജോഷിയെയും സുഷമ സ്വരാജിനെയും തിരഞ്ഞെടുപ്പ് സമിതി ചുമതലപ്പെടുത്തി. അതോടെ BJP സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യമാണ് താൻ ഗാന്ധിനഗറിൽ മത്സരിക്കേണ്ടത് എന്നുള്ള കാര്യം തെളിയിക്കാനും അദ്വാനിക്കായി. അമിത്ഷാ അടക്കമുള്ള പ്രമുഖരുടെ മണ്ഡലം BJP 6ാം ഘട്ടത്തിലും പ്രഖ്യാപിച്ചിട്ടില്ല. അദ്വാനിക്കായി ഒഴിച്ചിട്ട മധ്യപ്രദേശിലെ ഭോപ്പാൽ മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്നും തീരുമാനിച്ചിട്ടില്ല. രാജസ്ഥാനിലെ അജ്മീർ റൂറൽ മണ്ഡലത്തിൽ ഷൂട്ടിംഗ് താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് മത്സരിക്കും. ഉത്തർപ്രദേശിലെ ദുമരിയാഗഞ്ച് മണ്ഡലം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു വന്ന സിറ്റിംഗ് MP ജഗദാംബിക പാലിന് നൽകി. നടി ഹേമമാലിനിയെ ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്ന് BJP രംഗത്തിറക്കി. മാവേലിക്കര മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് P സുധീർ മത്സരിക്കും. രാജസ്ഥാനിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും മുഖ്യമന്ത്രിയും സംസ്ഥാന BJP അധ്യക്ഷയുമായ വസുന്ധരാജ സിന്ധ്യയുടെ താൽപ്പര്യപ്രകാരമാണ് നിശ്ചയിച്ചത്. മുൻ മന്ത്രി ജസ്വന്ത് സിംഗ് മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ബാർമീഡ് സീറ്റിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. അതേസമയം ജൽവാർ ബാരഡ് മണ്ഡലത്തിൽ വസുന്ധരയുടെ മകൻ ദുഷ്യന്ത് സിംഗ് മത്സരിക്കും. D ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി. വാരാണസിയിൽ മോദിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് മത്സരിച്ചേക്കും. ദിഗ്വിജയ് സിംഗ് വാരാണസിയിൽ മത്സരിക്കാനുള്ള തന്റെ സന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. എന്നാൽ ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. മോദിക്കെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. ഇതിനിടെ മോദിക്കെതിരെ കെജ്രിവാൾ മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞു. ഈ മാസം 25-ന് വാരാണസിയിൽ നടക്കുന്ന ബഹുജന റാലിയിൽ കെജ്രിവാളിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ കെജ്രിവാളിന് പിന്തുണ നൽകില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഇതോടെ വാരാണസിയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പായി.
മോദിക്ക് അനുകൂലമായോ പ്രതികൂലമായോ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ നിലപാട് 3 ദിവസത്തിനകം പ്രഖ്യാപിക്കും. എല്ലാ കാലത്തെയും പോലെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കില്ലെന്നും കാന്തപുരം ഷാർജയിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എല്ലാ പാർട്ടിക്കാരും വോട്ടിനു വേണ്ടി തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ല. തീരുമാനം 3 ദിവസത്തിനകം ഉണ്ടാകും. ഇക്കാലം അത്രയും ഒരു പ്രത്യേക പാർട്ടിയെയും പിന്തുണച്ചിട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളെ പരിഗണിച്ചാകും നിലപാട്. അതായിട്ടില്ല. 2 ദിവസം കൊണ്ടാവും, 2-3 ദിവസം കൊണ്ടാവും. മോദിക്ക് അനുകൂലമായോ പ്രതികൂലമായോ താൻ ഒന്നും പറഞ്ഞിട്ടില്ല. തന്റെ നിലപാട് മോദിക്ക് പ്രതികൂലമായാൽ ആകട്ടെ എന്നും കാന്തപുരം പറഞ്ഞു. ഞങ്ങളങ്ങനെ യാതൊന്നും പറഞ്ഞിട്ടില്ല. മോഡിക്ക് അനുകൂലവും പറഞ്ഞിട്ടില്ല, പ്രതികൂലവും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് മോഡിക്ക് പ്രതികൂലമായാൽ പ്രതികൂലമാവും. 6 മാസം മുൻപ് തീരുമാനിച്ച പരിപാടിയായിരുന്നു അഹമ്മദാബാദിൽ നടന്നത്. മോദിയുടെ ചില ആളുകൾ കേരളത്തിലെത്തി പ്രസംഗിച്ചത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യ വിട്ടു പോകണമെന്നാണ്. അതിന് വിരുദ്ധമായിട്ടാണ് താൻ ഗുജറാത്തിൽ പ്രസംഗിച്ചത്. ഇന്ത്യ മുസ്ലിങ്ങളുടേതോ ഹിന്ദുക്കളുടേതോ അല്ല, എല്ലാവരുടേതുമാണ്. ആരെയെങ്കിലും പുറത്താക്കുന്നതിനോട് യോജിപ്പില്ല. ഇന്ത്യയുടെ അഖണ്ഡത നിലനിർത്തും, മതേതരത്വം കാത്തുസൂക്ഷിക്കും. ഈ നിലപാട് മോദിക്കെതിരാവുമെങ്കിൽ ആയിക്കോട്ടെ എന്നും കാന്തപുരം പറഞ്ഞു. താൻ ഇതുവരെയും ഒരു പാർട്ടിയെയും പിന്തുണച്ചിട്ടില്ല എന്നിരിക്കെ താൻ മോദിയെ പിന്തുണച്ചുവെന്ന് ആരോപിക്കുന്നത് ശത്രുക്കളാണെന്നും കാന്തപുരം ഷാർജയിൽ പറഞ്ഞു. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്. പിതാക്കന്മാർ മരത്തിന്റെ മുകളിലിരുന്ന് താഴത്തെ കൊമ്പ് മുറിക്കരുതെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ബാലകൃഷ്ണപിള്ള. കുടിയിറക്ക സമരങ്ങൾക്കെതിരെ സമരം ചെയ്ത പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. ലോഹ കണ്ടാൽ ബഹുമാനിക്കുന്നവരാണ് തങ്ങളെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. പിതാക്കന്മാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. മരത്തിന്റെ മുകളിലിരുന്നു കൊണ്ട് താഴെ വെട്ടരുത് എന്ന് മാത്രമേ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാറുള്ളൂ. ഈ രാജ്യത്തെ കുടിയിറക്കുകൾക്കൊക്കെ മുമ്പിൽ നിന്നവരാണ് ഞാൻ. പല കാലഘട്ടത്തിലും കുടിയിറക്കുകൾ നേരിട്ട് പോയി തടയാൻ പരിശ്രമിച്ച ഒരാളാണ്. വളരെ പഴയ കാലമാണെങ്കിലും 965 കാലഘട്ടത്തിൽ നടന്ന കുടിയിറക്കുകൾക്കെതിരായി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടിനും കർണാടകത്തിനും പോയി സമരം ചെയ്തിട്ടുള്ളവരാണ് ഞാൻ. CPM സംസ്ഥാന സമിതി അംഗം M. വിജയകുമാർ, CPI നേതാവ് VS സുനിൽകുമാർ MLA എന്നിവർക്കും റിപ്പോർട്ടർ ചാനലിനും തിരുവനന്തപുരം ജില്ലാ കളക്ടർ നോട്ടീസ് അയച്ചു. അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. പരാമർശത്തെക്കുറിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. 2009 UDF അട്ടിമറി വിജയം നേടിയ കോഴിക്കോട്ട് ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ നിരത്തിയാണ് സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവൻ വോട്ട് ചോദിക്കുന്നത്. എന്നാൽ വിലക്കയറ്റം, അഴിമതി തുടങ്ങിയ രാഷ്ട്രീയ വിഷയങ്ങളാണ് LDFന്റെ പ്രചാരണായുധം. ഗതാഗത കുരുക്കിന് എന്താണ് പരിഹാരം? ഞാൻ അന്ന് പറഞ്ഞത് മോണോറെയിൽ എന്നാണ്. അന്ന് പലരും അത് ദിവാസ്വപ്നം പറഞ്ഞവരുണ്ട്. പക്ഷേ ജൂലൈ മാസം യാഥാർത്ഥ്യമായി പോകുന്നു. 3400 കോടി പ്രോജക്റ്റ് 14 കിലോമീറ്റർ ആദ്യം ആരംഭിക്കുകയാണ്. ഫ്യൂച്ചറിൽ എക്സ്റ്റൻഷൻ വരികയാണ്, എക്സ്പാൻഷൻ വരികയാണ്. കോഴിക്കോട് ഗതാഗതക്കുരുക്ക് പരിഹാരമുണ്ട്. മെഡിക്കൽ കോളേജ് 150 കോടിയുടെ മികവിൻ്റെ കേന്ദ്രമായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞാണ് MK രാഘവൻ വോട്ടർമാരെ സമീപിക്കുന്നത്. എന്നാൽ ഇതെല്ലാം അത്ര വലിയ കാര്യമാണോ എന്ന മറുചോദ്യം ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. വിജയരാഘവൻ ഉന്നയിക്കുന്നു. കോഴിക്കോടിൻ്റെ ഒരു 50 വർഷത്തെ വികാസവുമായി ബന്ധപ്പെടുത്തിയ അടിത്തറയുണ്ടാവണം. ആ വികസന സങ്കല്പങ്ങളിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ 5 കോടി രൂപ മുറിച്ച് നൽകുകയും ഏതെങ്കിലും ഒരു തീവണ്ടി ഓഫീസിൽ ഒരു എസ്കലേറ്റർ വെച്ചത് മഹാസംഭവം. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റിൽ 5 എസ്കലേറ്റർ, ഒരു സൂപ്പർ മാർക്കറ്റിൽ 5 എസ്കലേറ്റർ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്ര ആൾ വരും? അതായിരിക്കും കൂട്ടല്ല. മണ്ഡലത്തിലെ സ്വാധീനം വെച്ച് നോക്കിയാൽ ഇടതുമുന്നണിക്കുള്ള മുൻതൂക്കം പ്രകടമാണ്. 7ൽ 5 നിയമസഭാ മണ്ഡലങ്ങളും പ്രതിനിധീകരിക്കുന്നത് ഇടതുമുന്നണി MLAമാരാണ്. എന്നാൽ MP എന്ന നിലയിലുള്ള പ്രവർത്തന മികവ് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം വോട്ടുകൾ നേടിയ BJP CK പത്മനാഭനെ രംഗത്തിറക്കി മെച്ചപ്പെട്ട പ്രകടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. വിജയരാഘവനും പരാജയരാഘവനും മറ്റേ MK രാഘവനും ഈ 2 രാഘവന്മാരേ ഉള്ളൂ എന്നുള്ള നിലയിൽ ഉള്ള അഭ്യാസ പ്രകടനങ്ങൾക്കൊന്നും കോഴിക്കോട് പാർലമെന്റിൽ മുതലുണ്ട്. ഞങ്ങളിവിടെയുണ്ട്. ഞങ്ങൾ ആ ഞടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിലക്കയറ്റം, അഴിമതി, വർഗീയത തുടങ്ങിയ വിഷയങ്ങൾ മാറ്റിവെച്ച് വികസനത്തെക്കുറിച്ചാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി സംസാരിക്കുന്നത്. എന്നാൽ മതേതര ഇന്ത്യക്ക് നരേന്ദ്രമോദി ഉയർത്തുന്ന ഭീഷണി ഇടതുമുന്നണിയുടെ പ്രധാന പ്രചരണ വിഷയങ്ങളിൽ ഒന്നാണ്. കോഴിക്കോട് നിന്നും MK ഷുക്കൂർ, മീഡിയ വൺ.
വർഷങ്ങളായി അടുത്ത സൗഹൃദം പുലർത്തുന്ന രണ്ടുപേരുടെ മത്സരവേദി കൂടിയാണ് ഇത്തവണ ചാലക്കുടി മണ്ഡലം. ഇടതു സ്വതന്ത്രനായ ചലച്ചിത്ര താരം ഇന്നസെന്റും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി KM നൂറുദ്ദീനുമാണ് ആ സുഹൃത്തുക്കൾ. ഇന്നസെന്റുമായുള്ള മത്സരം തന്നെ അല്പം വിഷമവൃത്തത്തിലാക്കിയെന്ന് പറയുന്ന നൂറുദ്ദീൻ പക്ഷേ ആം ആദ്മിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ജനം തിരിച്ചറിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. ചാലക്കുടിയിലെ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനമായ ആൽഫയുടെ സ്ഥാപകനും ചെയർമാനുമാണ് KM നൂറുദ്ദീൻ. ഇന്നസെന്റ് ആവട്ടെ ആൽഫയുടെ രക്ഷാധികാരിയും. ജനവിധിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടുപേരും വോട്ടിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. നൂറുദ്ദീന്റെ ചൂൽ ആരുടെ വോട്ടുകളായിരിക്കും അടിച്ചുവാരിയെടുക്കുക? അതറിയണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. സുഹൃത്തായ ഇന്നസെന്റുമായുള്ള മത്സരത്തെക്കുറിച്ച് നൂറുദ്ദീൻ പറയുന്നത് ഇങ്ങനെ: ഭരണപക്ഷത്തേക്ക് അദ്ദേഹം പോയതിൽ എനിക്ക് വേദനയുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം വിജയിക്കട്ടെ എന്നാണ് സ്നേഹിതൻ എന്ന രീതിയിൽ എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു ആം ആദ്മി പ്രവർത്തകൻ എന്ന രീതിയിൽ ആം ആദ്മിക്ക് മുൻതൂക്കം കിട്ടണം എന്നാണ്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഇന്നസെന്റ് എഴുതിയ പുസ്തകത്തിൽ നൂറുദ്ദീനുമായുള്ള ആത്മബന്ധം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഇത്തരമൊരു പോരാട്ടം ഇവർ രണ്ടുപേരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കോളേജ് പഠനകാലത്ത് പരിവർത്തന കോൺഗ്രസിൽ MA ജോണിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നൂറുദ്ദീൻ ഇപ്പോൾ അവശരായ അനേകം രോഗികളുടെ പരിചരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ജനസഭകൾ വിളിച്ചു ചേർത്താണ് ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പിലെ പ്രചരണ പ്രവർത്തനങ്ങൾ. സന്ധ്യ ലക്ഷ്മണൻ, മീഡിയ 1 കൊച്ചി. പോളിംഗ് ബൂത്ത് തുടരുന്നു. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് ഭീഷണിയായി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. നാദാപുരം ചെക്യാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് മുല്ലപ്പള്ളിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ട് ചെയ്തിട്ടും ഗതി ഇതാണോ എന്ന തലക്കെട്ടിലാണ് ചെക്യാട് പഞ്ചായത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി. ഈ വിഷയത്തിൽ മുല്ലപ്പള്ളിയുടെ നിലപാടിലുള്ള എതിർപ്പാണ് പ്രതിഷേധത്തിന് കാരണം. 5 വർഷത്തോളമായി ഈ പോലീസിൻ്റെ ഈ നയം പിന്തുടരുന്നു. ഒരുപാട് നേതാക്കന്മാരോടും പാർട്ടി ബന്ധപ്പെട്ട ആൾക്കാരോടും വിഷയങ്ങൾ സംസാരിച്ചിട്ട് മിനിസ്റ്ററായിട്ടും എല്ലാം പല പ്രാവശ്യം ഹോം മിനിസ്റ്ററുമായിട്ടും എല്ലാവരുമായിട്ടും എന്തായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സമാന്തര കൺവെൻഷൻ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഇവർ കൈക്കൊണ്ടത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്താനും ഇവർക്ക് കാരണങ്ങളുണ്ട്. ഞങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. ഇപ്പോഴും ഇനിയും മുമ്പും മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരും ചെവിക്കൊള്ളുന്നില്ല. പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ ചെവിക്കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റിയ ഒരു നല്ല ഗോൾഡൻ ചാൻസ് ആയതുകൊണ്ട് ഈ ചാൻസ് ഞങ്ങൾ ഉപയോഗിക്കാം. UDF ഭരിക്കുന്ന ചെക്യാട് പഞ്ചായത്തിന് പുറമെ സമീപ പഞ്ചായത്തുകളിലെ യൂത്ത് ലീഗ് പ്രവർത്തകരും ഇതേ വികാരമുള്ളവരാണ്. മുസ്ലിം ലീഗിന് നിർണായക വോട്ടുള്ള നാദാപുരം മേഖലയിലെ വിമത നീക്കം UDFന് വലിയ വെല്ലുവിളിയായി മാറും. ഷിത, മീഡിയ 1 കോഴിക്കോട്. ഈ തവണ ഗുജറാത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചർച്ചാ വിഷയമെങ്കിൽ അധികമാരുടെയും ശ്രദ്ധ പതിയാത്ത ഒരു കൊച്ചു ഗുജറാത്ത് നമ്മുടെ കേരളത്തിലുണ്ട്. ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള ഗുജറാത്തി സ്ട്രീറ്റ്. 150ഓളം ഗുജറാത്തി കുടുംബങ്ങളാണ് ഈ തെരുവോരത്ത് താമസിക്കുന്നത്. ഗുജറാത്തികളാണെങ്കിലും നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവരും ആവേശത്തോടെ പങ്കെടുക്കുന്നുണ്ട്. ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് മുപ്പാലത്തിന്റെ പരിസരമാണ് ഗുജറാത്തി സ്ട്രീറ്റ്. ആലപ്പുഴയുടെ പ്രതാപകാലത്ത് മലഞ്ചരക്ക് വ്യാപാരത്തിനായി എത്തിയ ഗുജറാത്തി കുടുംബങ്ങളുടെ പിന്മുറക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. വ്യാപാരം ക്ഷയിച്ചതോടെ മിക്കവാറും കുടുംബങ്ങളും സ്വദേശത്തേക്ക് മടങ്ങി. 45 വർഷം മുമ്പ് ഗുജറാത്തിൽ നിന്ന് വ്യാപാര ആവശ്യത്തിന് എത്തിയതാണ് പ്രതാപ്. ഇപ്പോൾ ലോട്ടറി കച്ചവടമാണ് പ്രധാന തൊഴിൽ. വോട്ട് ചെയ്യുന്നതിനോട് താല്പര്യമില്ല പ്രതാപിന്. ഇവരെ കള്ളന്മാർക്ക് വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഓരോ ആർക്കും വോട്ട് കൊടുത്തിട്ടില്ല. നോട്ട് അസംബ്ലി, പാർലമെന്റ്, മുനിസിപ്പാലിറ്റി ആർക്കൊന്നും വോട്ട് കൊടുക്കാറില്ല. ഈ കാണുന്ന ജൈനക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ സെക്രട്ടറിയാണ് ചന്ദ്രേഷ്. ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന ചന്ദ്രേഷ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭാഗമായിട്ടുണ്ട്. അല്ല, രാഷ്ട്രീയം വെച്ചാൽ ഇന്ത്യൻ്റെ ഇത് വെച്ചുള്ള മാത്രം നല്ലത്. പ്രത്യേകിച്ച് ഒരു പാർട്ടിയോ പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെ ആ രീതിക്കല്ല. അവനവൻ്റെ രീതിക്കുള്ള അവനവന് ഇഷ്ടമുള്ള രീതിക്ക് വോട്ട് ചെയ്യുക. ഗുജറാത്തികൾക്കായി അവരുടെ ഭാഷയിൽ തയ്യാറാക്കിയ ചുവരെഴുത്താണിത്. മാതൃഭാഷയിൽ തന്നെ ഇവരോട് സംവദിക്കുന്നത് ഗുണം ചെയ്യാറുണ്ടെന്നാണ് അനുഭവസാക്ഷ്യം. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ചൂടിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായി അവരെ ആകർഷിക്കുവാൻ ഇത്തരത്തിലുള്ള ചുവരെഴുത്തുകൾ നമുക്ക് പ്രയോജനം ചെയ്യും. ഗുജറാത്തോ നരേന്ദ്രമോദിയോ ഈ ഗുജറാത്തികളെ തെല്ലും സ്വാധീനിച്ചിട്ടില്ലെന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത.
അത്രമേൽ ഇവർ ഈ നാടിന്റെ രാഷ്ട്രീയത്തോടും സംസ്കാരത്തോടും ഇഴുകിച്ചേർന്നത് തന്നെ ഇതിനു കാരണം. മീഡിയ 1 ആലപ്പുഴ. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്ര പഥങ്ങളിലേക്ക്. ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക മേഖലയിലും നിർണായക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദശാബ്ദമായിരുന്നു 1990-കൾ. ബാബറി മസ്ജിദിന്റെ തകർച്ചയും BJPയുടെ അധികാരാരോഹണവും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ അസ്വസ്ഥത പടർത്തിയ 10 വർഷം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദശകങ്ങളിലൊന്നായിരുന്നു 1990-കൾ. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം നിർണായകമായ ദിശാവ്യതിയാനം സംഭവിച്ച ഒരു പതിറ്റാണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഏകകക്ഷി ഭരണത്തിന്റെ കാലം കഴിഞ്ഞെന്ന സൂചന നൽകിയ 10 വർഷം. സാമ്പത്തിക മേഖലയിൽ ഉദാരവൽക്കരണ നയങ്ങളുടെ പരീക്ഷണ ദശകം. സാമൂഹ്യ മണ്ഡലത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളർച്ചാഘട്ടം. നെഹ്റുവിയൻ വിദേശനയം വിട്ട് അന്തർദേശീയ മേഖലയിൽ ഇന്ത്യ പുതിയ സഖ്യങ്ങൾ അന്വേഷിച്ച പരിവർത്തന കാലം. ഇതിനെല്ലാം പുറമെ ബാബറി മസ്ജിദ് തകർത്ത് ഇന്ത്യൻ മതേതരത്വത്തിന് സംഘപരിവാർ ഒരാഘാതം കൂടിയേൽപ്പിച്ച കാലം. അങ്ങനെ രാഷ്ട്രവ്യവഹാരത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇന്ത്യക്ക് പരിവർത്തന ദശകമായിരുന്നു 1990-കൾ. VP സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെതിരായ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം നടക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് രാജ്യം 1990-കളിലേക്ക് പ്രവേശിക്കുന്നത്. 77-ലെ ജനതാ തരംഗത്തിനു ശേഷം രാജ്യത്ത് ഏറ്റവും ശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരം നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം. ദേശീയ മുന്നണി സർക്കാരിന്റെ പതനത്തോടെ രാജ്യം 10ാം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ആയിരത്തി 1989-ൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി അധികാരത്തിലെത്തിയ ദേശീയ മുന്നണി സർക്കാരിന് കാലാവധി തികയ്ക്കാനായില്ല. ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് കീഴടങ്ങാതെ VP സിംഗ് അധികാരമൊഴിഞ്ഞു. പിന്നാലെ വന്ന ചന്ദ്രശേഖർ സർക്കാരിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 1991 മാർച്ച് 6-ന് ചന്ദ്രശേഖർ രാജിവെച്ചു. 16 മാസത്തിനു ശേഷം രാജ്യത്ത് 10ാം പൊതുതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കോൺഗ്രസ് വീണ്ടും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ച രാഷ്ട്രീയ കാലാവസ്ഥ. നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് അനിവാര്യമായിരുന്നു. മെയ് 21-ന് ആദ്യഘട്ട പോളിംഗ് നടന്നു. 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണത്തിനിടെ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിനെയും ഇന്ത്യൻ രാഷ്ട്രീയഗതിയെയും തന്നെ വഴിതിരിച്ചുവിട്ട രാഷ്ട്രീയ കൊലപാതകം. തെരഞ്ഞെടുപ്പ് ഫലത്തെ രാജീവ് വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം കാര്യമായി സ്വാധീനിച്ചു. രാജീവ് വധത്തിനു മുമ്പ് നടന്ന ആദ്യഘട്ടം തെരഞ്ഞെടുപ്പിൽ പരിതാപകരമായിരുന്നു കോൺഗ്രസിന്റെ പ്രകടനം. എന്നാൽ അടുത്ത 2 ഘട്ടങ്ങളിൽ കോൺഗ്രസ് കരുത്തു തെളിയിച്ചു. രാഷ്ട്രീയ നയങ്ങൾക്ക് കിട്ടിയ അംഗീകാരത്തേക്കാൾ സഹതാപ തരംഗത്തിന്റെ സ്വാധീനം. കോൺഗ്രസ് നേതൃത്വം രാജീവിന്റെ പിൻഗാമിയെ ജനപത് 10-ൽ നിന്ന് തന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ സോണിയാഗാന്ധി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങിയ PV നരസിംഹറാവുവിന് നറുക്കു വീണു. രാജീവ് വധത്തിന്റെ സഹതാപ തരംഗത്തിലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ല. 244 സീറ്റാണ് കോൺഗ്രസ് നേടിയത്. കേവല ഭൂരിപക്ഷത്തിന് 28 സീറ്റിന്റെ കുറവ്. എങ്കിലും കോൺഗ്രസ് റാവുവിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ സർക്കാർ രൂപീകരിച്ചു. ബാബറി മസ്ജിദിന്റെ പതനമാണ് റാവുവിന്റെ ഭരണകാലത്ത് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം. രാജ്യത്തിന്റെ നിയമവാഴ്ചയെയും നീതിന്യായ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്തു. എണ്ണമറ്റ വർഗീയ കലാപങ്ങളാണ് ഇതേ തുടർന്ന് രാജ്യത്ത് നടന്നത്.
ബാബറി മസ്ജിദ് സംരക്ഷിക്കുന്നതിൽ റാവു സർക്കാർ കാണിച്ച ഉദാസീനത വലിയ വിമർശനങ്ങൾക്കിടയാക്കി. അതേസമയം പഞ്ചാബിലെയും കശ്മീരിലെയും വിഘടന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പരിധിവരെ റാവു സർക്കാർ വിജയിച്ചു. സാമ്പത്തിക മേഖലയിൽ നരസിംഹറാവു സർക്കാർ വരുത്തിയ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റി. ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങൾ രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് റാവു സർക്കാർ വിശ്വസിച്ചു. സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിന് ഈ പരിഷ്കാരങ്ങൾ നാന്ദി കുറിച്ചുവെന്നത് പിൻകാല അനുഭവം. അതോടൊപ്പം തന്നെ വർദ്ധിച്ചുവന്ന സാമ്പത്തിക അസമത്വങ്ങൾ ഈ പരിഷ്കാരങ്ങളുടെ നിറം കെടുത്തി. 1996 സർക്കാർ കാലാവധി പൂർത്തിയാക്കി. റാവു സർക്കാരിന് ശേഷം രാജ്യം പിന്നെയും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങി. പോളിംഗ് ബൂത്ത് തുടരുന്നു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഗതകാല സ്മരണയിലേക്ക്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ താനായിരിക്കും അടുത്ത സ്ഥാനാർത്ഥി എന്ന മട്ടിൽ ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്ന അവസ്ഥയാണുള്ളതെന്ന് മുൻ എംപിയും സോഷ്യലിസ്റ്റ് നേതാവുമായ പി വിശ്വംഭരൻ പറഞ്ഞു. വാഗ്ദാനം ചെയ്യപ്പെട്ട ആവശ്യങ്ങൾ പോലും നൽകാൻ സർക്കാരുകൾക്കാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആളുകളുടെ പ്രതീക്ഷകൾ നിറവേറ്റുക എന്നാണ് ഈ തലമുതിർന്ന നേതാവിന്റെ ചോദ്യം. പുതിയ കാലത്തെ സ്ഥാനാർത്ഥികളുടെ സ്വയം പരിചയപ്പെടുന്ന ഫ്ലെക്സ് ബോർഡുകൾ കണ്ട ഈ സോഷ്യലിസ്റ്റ് നേതാവിന്റെ പ്രതികരണം എന്തായിരിക്കും? സ്ഥാനാർത്ഥിയെ പാർട്ടി നിശ്ചയിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ താനായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള അടിസ്ഥാനത്തിലെടുത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വലിയ ബോർഡുകൾ, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, ഈ പ്രാദേശികമായിട്ട് എന്തെങ്കിലുമൊക്കെ 5 കൊല്ലമൊന്നും നടക്കാതിരിക്കുമല്ലോ. വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിൽ ശശി തരൂർ മാത്രമാണുള്ളതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രചാരണത്തിനും ഇദ്ദേഹത്തിന് മറുപടിയുണ്ട്. വിഴിഞ്ഞത്ത് ഇത്രയും താഴ്ച ഉള്ള വിഴിഞ്ഞം കടൽ വന്നത് തന്നെ ശശി തരൂരിൻ്റെ പ്രവർത്തന ഫലമാണോ എന്ന് തോന്നിപ്പോകത്തക്ക വിധത്തിലാണ് പിന്നെ ഈ പോസ്റ്ററിൻ്റെ. കോൺഗ്രസിനെതിരെ കേരളത്തിൽ നിന്നുള്ള ആദ്യ മുന്നണി പോരാട്ടത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. കോൺഗ്രസ് ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ പിന്നിലായെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് ആ തെരഞ്ഞെടുപ്പിലാണ് ശരിക്കും പാർലമെൻറ്റിൽ ഒരു മുന്നണി അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത്. കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും അധികം അംഗങ്ങളെ കോൺഗ്രസിൻ്റെ അനുകൂലികളെ അയച്ചു കൊടുത്ത ഒരു കേരളമാണ്. ആദ്യകാലങ്ങളിൽ കിട്ടാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഇന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലും കിട്ടാത്ത അവസ്ഥയാണുള്ളതെന്നും 15 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും സാക്ഷിയായ ഇദ്ദേഹം പറയുന്നു. മീഡിയ 1 തിരുവനന്തപുരം. 1967 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ തങ്ങൾ കുടുംബത്തിലെ ബീവിമാരും രംഗത്തിറങ്ങി. അന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിലിനെതിരെ മത്സരിച്ചിരുന്നത് കോൺഗ്രസിലെ നഫീസത്ത് ബീവിയായിരുന്നു. നഫീസത്ത് ബീവിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ബീവിമാർ ഇറക്കിയ നോട്ടീസിന്റെ പകർപ്പ് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് മുൻ AICC അംഗമായിരുന്ന മഞ്ചേരിയിലെ മംഗലം ഗോപിനാഥ്. കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നിന്ന് മത്സരിക്കുന്ന ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിലിനെ പരാജയപ്പെടുത്തണം. സമുദായത്തിലെ അഭിഭാഷകയായ നഫീസത്ത് ബീവിക്ക് നിങ്ങളെല്ലാവരും വോട്ട് നൽകി വിജയിപ്പിക്കണം. മുസ്ലിം സ്ത്രീകളുടെ പല പ്രശ്നങ്ങളും കേരള അസംബ്ലിയിൽ നഫീസത്ത് ബീവി ഉന്നയിച്ചിട്ടുണ്ട്. അവയെല്ലാം വിജയം കണ്ടിട്ടുണ്ട്. ഇതാണ് ബീവിമാരുടെ നോട്ടീസിലെ ഉള്ളടക്കം. മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നഫീസത്ത് ബീവി, പഴയ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിരുന്നു, അവരും കൂടി മത്സരിച്ച സമയത്ത് ഈ തങ്ങന്മാരുടെ ഫാമിലിയിൽപ്പെട്ട പൊന്നാനിയിലും പാണക്കാട്ട് പെരുവയൽ ഒരു തങ്ങന്മാരും സ്ത്രീകളൊക്കെ കൂടിയിട്ട് അറബ് മലയാളത്തിൽ കത്ത് എടുത്ത് അവർ സ്ക്വാഡ് വർക്ക് നടത്തിയതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെയും മക്കളുടെയും നന്മയ്ക്ക് വേണ്ടി പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ 2 വോട്ടും ചെയ്യണമെന്ന് കത്ത് രൂപത്തിലുള്ള നോട്ടീസിൽ അഭ്യർത്ഥിക്കുന്നു. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഉപദ്രവത്തിൽ നിന്നും ദൈവത്തിന്റെ രക്ഷ തേടിക്കൊണ്ടാണ് അറബി മലയാളത്തിലുള്ള നോട്ടീസ് അവസാനിക്കുന്നത്. അന്ന് ഈ കത്തുമായിട്ട് പോകും. ഇതിപ്പോൾ ഈ ബീവിമാരുടെ കത്തല്ലേ, തങ്ങന്മാരും ബീവിമാരും കൂടിയിട്ട് എഴുതിയിട്ടുള്ള കത്താണല്ലോ. ആ കത്ത് കൊണ്ടേ കൊടുക്കുന്നത് ഒരു പുണ്യകർമ്മമാണല്ലോ അറബ് മലയാളത്തിൽ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ വീടുകളിലൊക്കെ അവരിങ്ങനെ കൊണ്ടേ കൊടുക്കും സ്ത്രീകൾ. അതിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. പാണക്കാട് പഴയ പുരക്കൽ മുത്തുബീവി, പൊന്നാനി പഴയ ജാറത്തിങ്കൽ കോയമ്മ ബീവി, പൊന്നാനി മക്ദൂം പഴയകത്ത് മുത്തുബീവി, പാണക്കാട് പഴയമാളിയേക്കൽ കോയമ്മ ബീവി, പുത്തൻപുരക്കൽ മുത്തുബീവി, വെളിയംകോട് മുത്തുക്കോയ തങ്ങളുടെ മകൾ റുക്കിയ എന്ന കുഞ്ഞു ബീവി എന്നീ വനിതകളാണ് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്നാൽ വോട്ടെണ്ണിയപ്പോൾ 1,07,494 വോട്ടിന് ഖൈദെ മില്ലത്ത് ഇസ്മായിൽ പാട്ടും പാടി ജയിച്ചു. ജലീൽ പടന്ന, മീഡിയ 1 മലപ്പുറം.
ഇനി തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും ആവശ്യങ്ങളും. തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുമ്പോൾ പാലക്കാട്ടെ തെരുവു കച്ചവടക്കാർക്കും ചിലത് പറയാനുണ്ട്. ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടെമ്പററി ബിസിനസ് അല്ലേ, അപ്പോൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഗുണം കിട്ടും. ഞങ്ങളതുപോലെ തിരിച്ചും സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ആരും വന്ന് കണ്ടിട്ടോ ഇതുപോലെയുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടോ ഇല്ല. ആരെങ്കിലും അങ്ങനെ മുൻകൈ എടുത്ത് വരികയാണെങ്കിൽ ഞങ്ങൾ സംഘടിക്കാനും അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും തയ്യാറാണ്. സ്ഥാനാർത്ഥികൾ ആരും ഈ ഇതിലെ വണ്ടിയിൽ പോകുന്നല്ലാതെ ആരും ചോട്ടിലിറങ്ങി വന്നിട്ടോ അങ്ങനെ ഈ ഇലക്ഷൻ ടൈമിൽ എല്ലാവരും ഇങ്ങനെ കൈ കാണിച്ച് പോകുമല്ലോ, അതേപോലെ എല്ലാവരും പോകുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൈ കാണിക്കാൻ ആരെയും കാണാറില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ മുമ്പ് നേരിട്ട് വന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ ആരും വന്നിട്ടില്ല. വോട്ട് ചെയ്യണത് സംശയം, ആര് വന്നിട്ട് നമുക്കൊന്നും കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ഇവർ തമ്മിൽ പിണങ്ങും, അവിടെ പോകണ കാലത്ത് അവരൊക്കെ ഒരുമിച്ചാകും. ഒക്കെ സീറ്റിന് വേണ്ടി കടിപിടികൾ. ടി വിയിൽ അതല്ലേ ഉള്ളൂ പ്രശ്നം. LDF ആവട്ടെ, UDF ആവട്ടെ, VDF ആവട്ടെ, ഏതാവട്ടെ.